എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു യാത്രയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏറെ നാൾ കാത്തിരുന്ന് പോകാൻ പറ്റിയൊരു പോയ ഒരു യാത്രയെക്കുറിച്ചാണ് ഞാനിതിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു യാത്രയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഞങ്ങൾ ട്രെയിനിലാണ് ഇത്തവണ പോകുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രെയിൻ പോകുന്നത്. മോളൊരു 2.5 വയസ്സിലൊക്കെ പോയതായിരുന്നു ഞങ്ങൾ ഗോവയിൽ. അവൾക്കതൊന്നും ഓർമ്മയില്ല. അപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ യാത്ര പോകാനായിട്ട്. അപ്പോൾ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ഉള്ളത് ശരണ്യ, ശരത്ത്, അവരുടെ 2 കുട്ടികളും പിന്നെ ശരണ്യയുടെ അമ്മയാണ് കേട്ടോ. അതുപോലെ ഞങ്ങൾ പോകുന്നത് മൂകാംബികയിലേക്കാണ്. അപ്പം ഈ ഒരു ഫാമിലി ആയിട്ടുള്ള ഞങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞാൽ വളരെ കംഫർട്ടബിളാണ് കേട്ടോ. കാരണം ഞങ്ങളുടെ എല്ലാം കെമിസ്ട്രി നല്ല വർക്കൗട്ട് ആവുന്നൊരു ടീമാണ്. അതുപോലെ ഇപ്പം മോളായാലും അതുപോലെ ഉണ്ണിക്കുട്ടനായാലും ഒക്കെ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. കാരണം നമ്മൾ അവർ പിന്നെ നോക്കേ വേണ്ട, അവരവരുടെ കളിയും ചിരിയും അവരുടേതായ ലോകത്തേക്കാണ്. ഞങ്ങളും അതുപോലെ തന്നെ വിശേഷമൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചൊക്കെ പോകുന്നൊരു, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ഒന്നിച്ച് യാത്രയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ട്രെയിൻ എന്ന് പറയുന്നത്. ഗരീബ് രഥ് ട്രെയിൻ, അതായത് ലോക്മാന്യ തിലക് പോകുന്ന ട്രെയിനാണ്. അപ്പോൾ അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ട്രെയിനാണ് കേട്ടോ. കാരണം എൻ്റെ അടുത്ത് പലരും വാട്സാപ്പിലെ സ്റ്റാറ്റസൊക്കെ കണ്ടപ്പോഴേ പറഞ്ഞു നിങ്ങളുടെ ട്രെയിൻ ഒരു വ്യത്യസ്തമായ ട്രെയിനായിരുന്നു എന്ന്. കാരണം ആ ഒരു ബോഗിയുടെയൊക്കെ കളറായാലും അതുപോലെ നമ്മുടെ ആ ഒരു വിൻഡോ അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള വിൻഡോ ആണ്, നമുക്ക് നല്ല വ്യൂ കിട്ടുന്നത്. സാധാരണ AC കമ്പാർട്ട്മെൻ്റൊക്കെ ആണെങ്കിൽ അത്രയും വ്യൂ കിട്ടാറില്ല പല ട്രെയിനിലും. ഈ ഒരു ട്രെയിനിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് നല്ല വ്യൂ ഒക്കെ കിട്ടും. ഒരു സൈഡ് സീറ്റൊക്കെ കിട്ടിയാൽ അടിപൊളിയായിട്ട് കാഴ്ചകളൊക്കെ കണ്ടു പോവാം കേട്ടോ. അപ്പം ഞങ്ങൾ ഡേ ടൈം ആയിരുന്നു ഞങ്ങളുടെ യാത്ര. അതായത് രാവിലെ ഒരു 9 o'clock സ്റ്റാർട്ട് ചെയ്തിട്ട് നൈറ്റ് ഒരു 10 o'clock വരെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ട്രെയിൻ പിടിച്ചിടുകയൊക്കെ ചെയ്തു. ഒരു 6 മണി വരെയൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി ഒന്ന് മുഷിയും ട്രെയിനിലിരുന്നിട്ട്. അപ്പം ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ശരണ്യയുടെ അമ്മ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ നല്ല ഒന്നാന്തരം ഇഡലിയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല ആസ്വദിച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ തന്നെ ഒരു ഐശ്വര്യമായ തുടക്കം കുറിച്ച പോലെ ആയിരുന്നു. അതുപോലെ തന്നെ ആൻറ്റി നമുക്ക് ഉച്ചയൂണമൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ, ഓരോരോ പാക്കറ്റിൽ കറികളൊക്കെ ആയിട്ട്. അപ്പോൾ അതും നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ ആ ഒരു ഊണ് കഴിക്കാനുള്ളൊരു കൊതി കൊണ്ട് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ, അത് മിസ്സായിപ്പോയി. ഇത് കണ്ടോ, ഫ്ലാസ്കിൽ ആൻറ്റി കട്ടൻ കാപ്പിയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോയപ്പോൾ ആ ഒരു വിശപ്പും പ്രശ്നങ്ങളൊന്നും നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. പക്ഷേ സൗകര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തുണ്ട് കേട്ടോ. മിററായാലും അതുപോലെ സീറ്റിംഗ് ആയാലും വിൻഡോ ആയാലും പില്ലോ ആയാലും ഷീറ്റ്സ് ആയാലും എല്ലാം നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ടായിരുന്നു. പിന്നെ ടോയ്ലറ്റിൻ്റെ ഒക്കെ വൃത്തി ചോദിച്ചാൽ ആസ് യൂഷ്വൽ ഒരു ട്രെയിനിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബ്ലാങ്കറ്റ്സ് ഉണ്ട്, പില്ലോയ്ക്കൊക്കെ അവർ കവർ വന്നിട്ട് നമുക്ക് ചെയ്ത്, ആദ്യം കണ്ടപ്പോൾ പില്ലോ അത്ര വൃത്തിയില്ല എന്നൊക്കെ തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പിന്നീട് നമുക്ക് കവറൊക്കെ കൊണ്ടുവന്ന് ഇട്ട് തന്നായിരുന്നു. ഷീറ്റും അതുപോലെ പാക്ഡ് ആണ് കേട്ടോ, പാക്ക് ചെയ്ത ഷീറ്റ്സൊക്കെ ആയിരുന്നു. അങ്ങനെ ട്രെയിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അത്യാവശ്യം നല്ല സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഈ പച്ചപ്പും പരിതാപവും ഒക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ. അങ്ങനെ ഞങ്ങളിങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് തമാശയൊക്കെ പറഞ്ഞ് പിള്ളേരൊക്കെ ഡാൻസും പാട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ പിള്ളേർക്കും. അവരുടെ മെയിൻ പണി എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ ഓരോ ബർത്തിലും കയറി ഇറങ്ങി കളിക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് മൊത്തത്തിലൊരു എൻജോയ്മെൻറ്റ് തന്നെ ആയിരുന്നു. പിന്നെ നമുക്കങ്ങനെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് കിടക്കാനോ റെസ്റ്റ് എടുക്കാനൊന്നും തോന്നത്തില്ല. നമ്മൾ ഫുൾ ടൈം അങ്ങനെ ലൈവായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോഴത്തേനും ഒരു 6 o'clock ഒക്കെ കഴിയുമ്പോൾ അങ്ങ് ക്ഷീണം വന്ന് തുടങ്ങും. അതുപോലെ ഈ ട്രെയിനിനകത്ത് നമുക്ക് AC ആയാലും ഒക്കെ, അതുപോലെ ചാർജിങ് ഫെസിലിറ്റി ആയാലും എല്ലാം നല്ല രീതിയിൽ തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ ക്ലിപ്സ് ഇങ്ങനെ ഈ കാഴ്ചകൾ നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടേക്കുന്നത്. അങ്ങനെ 1-2 സ്റ്റേഷനൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് വേറെയും പുതിയ ആൾക്കാരെയൊക്കെ ഫ്രണ്ട്സായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവരാണ് ഇവരുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ പോപ്കോണൊക്കെ കഴിച്ചിരിക്കുന്നത്. അപ്പോൾ കൊല്ലത്തുള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ അവിടുത്തെ കുട്ടികളും ഇവരായിട്ടൊക്കെ കമ്പനി ആയിട്ടുണ്ട്. അപ്പോൾ പോകുന്നവർ അവരൊക്കെ കളിയായിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി ട്രെയിൻ യാത്ര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഒരു പാട്ടൊക്കെ കേട്ടിങ്ങനെ പോകാനായിട്ട് നല്ല രസമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ഒരു നഴ്സറി സ്കൂള് തുറന്നു വിട്ട കണക്കായിരുന്നു കേട്ടോ. നമുക്ക് പിള്ളേരുടെ കളിയും ചിരിയും, അതുകൊണ്ട് തന്നെ സമയമൊക്കെ പെട്ടെന്ന് അങ്ങ് പോയി കേട്ടോ. അതൊന്നും പോയത് അറിഞ്ഞില്ല. അതിനിടയ്ക്ക് ഇതേ ഇവിടെ പാത്തുക്കുട്ടി ഉറങ്ങിക്കഴിഞ്ഞു. അവളുടെ ഫുഡൊക്കെ കഴിച്ച് ഉറക്കമായി. വേറൊരിടത്ത് പിള്ളേരൊക്കെ അവിടെ നിന്ന് കളിയുമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ എന്ന് പറയുന്നത് ബൈന്ദൂരാണ് കേട്ടോ. അവിടെ നിന്ന് മൂകാംബിക പോകാനായിട്ട് ഏകദേശം ഒരു 1.5 hours ആണ്. അപ്പോൾ അത് നമുക്ക് ടാക്സി വേണമെങ്കിൽ അങ്ങനെ പിടിക്കാം, അല്ലെങ്കിൽ ഓട്ടോ ഫെസിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് ബസ്സുണ്ട്.
അപ്പോൾ ഞങ്ങളന്ന് ടാക്സി പിടിച്ചിട്ടായിരുന്നു പോയത്. അപ്പം നേരെ ഒന്ന് ഇരുട്ടി തുടങ്ങിയത് എല്ലാവരും ഓരോ ബർത്തിലൊക്കെ കയറി ഒരു സൈഡായി കേട്ടോ. അപ്പം ഉറങ്ങാനൊന്നും അങ്ങനെ പറ്റിയില്ല. എന്നാലും നമ്മൾ ഓരോരുത്തരായിട്ട് അങ്ങനെ പിള്ളേരായാലും ഒന്ന് ഉറങ്ങി എണീക്കുകയൊക്കെ ചെയ്തായിരുന്നു. അതുപോലെ തന്നെ അവരൊന്നും മടുക്കാൻ തുടങ്ങുമ്പോൾ ഇതുപോലെ ബലൂണൊക്കെ കൊടുത്താണ് കേട്ടോ ഇരുത്തിയത്. കാരണം കുറച്ച് കഴിയുമ്പോൾ അവരുടെ ക്ഷമയൊക്കെ അങ്ങ് പോവും. അവർ വേണമെങ്കിൽ നടന്ന് അങ്ങ് പോവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതുപോലെ ബലൂണൊക്കെ കൊടുത്താണ് ഇവിടെ ഇരുത്തിയത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതേ ബൈന്ദൂർ എത്താറായി. യാത്രയൊക്കെ മനോഹരമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ രാവിലെ കിട്ടിയ ഇഡ്ഡലി സാമ്പാറും അതുപോലെ ഉച്ചത്തെ ഊണ്, പിന്നെ ആ കാഴ്ചകളും പിള്ളേരും മൊത്തത്തിലെല്ലാം ഒരു രസം തന്നെ ആയിരുന്നു. അപ്പോൾ ഇതാണ് ബൈന്ദൂർ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ടാക്സി പിടിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരും ഈ ലഗേജും എല്ലാം കൂടെ ആയിട്ട് നമുക്ക് ടവേരയുടെ ഒരു കാറായിരുന്നു കേട്ടോ കിട്ടിയത്. എല്ലാം അതിനകത്ത് നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇരിക്കാനും ഒക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ടാക്സിയിൽ കയറി നമ്മുടെ മൂകാംബികയിലൊക്കെ ഉള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 2 വശങ്ങളും നല്ല കാടാണേ. ഇവിടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് പേടിയാവും കേട്ടോ ഇരുട്ടത്ത്. പക്ഷേ പുള്ളി AC ഇട്ടിട്ടില്ലായിരുന്നു നമ്മുടെ ഡ്രൈവർ. പകുതി വിൻഡോ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ചൂട്, നമുക്കിപ്പം ഈ ഒരു ഏപ്രിൽ മാസം പൊതുവേ നല്ല ചൂടാണെങ്കിലും നമുക്ക് ഈ മൂകാംബികയിൽ പോയിട്ട് അങ്ങനെ വലിയ ചൂടൊന്നും അനുഭവപ്പെട്ടില്ല. അപ്പോൾ നമ്മുടെ ഡ്രൈവർ അത്യാവശ്യം നല്ല സ്പീഡിൽ പോയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഡിലേ ആയിട്ടില്ലായിരുന്നു. ഏകദേശം 1 അവറിനകത്ത് തന്നെ എത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിച്ച ഹോട്ടൽ എന്ന് പറയുന്നത്, ജ്യോതിസ് റെസിഡൻസി. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള വൃത്തിയുള്ള നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ വെക്കേഷൻ ടൈമിലൊക്കെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഒരു 1 മന്ത് ബിഫോർ തന്നെ നമ്മൾ ട്രെയിൻ ടിക്കറ്റ്സും അതുപോലെ നമ്മുടെ റൂമൊക്കെ ബുക്ക് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. കാരണം ഞങ്ങളുടെ കൂടെ വന്നൊരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് റൂമൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം അത്രയ്ക്ക് റഷും അത്രയ്ക്ക് എന്താ പറയാനായിട്ട് ക്രൗഡായിട്ടുള്ളൊരു എന്തായാലും ഈ ഒരു യാത്രയൊക്കെ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല ടയേർഡായി കേട്ടോ. എങ്ങനെയെങ്കിലും റൂമിലോട്ടൊന്ന് കയറിയാൽ മതി എന്നുള്ളൊരവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ അടുത്ത ദിവസം ദേവിയെ കാണാൻ പോകുന്നതിൻ്റെ ആ ഒരു സന്തോഷവും ഒരു എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് 17th നൈറ്റ് വരെയുള്ള വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ 18th മോർണിംഗ് ആണ് ഞങ്ങൾ മൂകാംബിക ദേവിയെ കാണാനായിട്ട് ദർശനത്തിന് വേണ്ടി പോകുന്നത്. അപ്പോൾ ആ വിശേഷമൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാവേ. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.